ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഇന്ദ്രൻ്റെയും അനുപമയുടെയും റൂമിൽ നിന്ന് സുശീല പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ് നമ്മുടെ സോന കാണുന്നത് കേട്ടോ. സോനയെ കണ്ടതും ചെറിയ പരുങ്ങലിലാണ് സുശീല കേട്ടോ. അമ്മയ്ക്ക് എന്താ ഏട്ടൻ്റെയും റൂമിൽ പണിയെന്ന് സോന ചോദിക്കുകയും ചെയ്തു. ഓ, ഇത് എൻ്റെ വീടല്ലേടി, നീ എന്താ എന്നെ ചോദ്യം ചെയ്യാ? ഇത് വീടേ മുഴുവൻ എൻ്റെ പേരിലാണുള്ളത്, ഇതിലെവിടെ കയറണമെങ്കിലേ എനിക്കെന്താ കയറിക്കൂടെ എന്ന് ചോദിക്കാം കേട്ടോ. അതൊക്കെ ശരി തന്നെ, അമ്മയുടെ വീടൊക്കെ തന്നെ, പക്ഷേ ഇത് ഏട്ടൻ്റെയും റൂമല്ലേ, അവരിവിടെ ഇല്ലാത്ത തക്കത്തിന് അമ്മ എന്തിനാ ഇതിൻ്റെ ഉള്ളിൽ കയറിയേ? സത്യം പറഞ്ഞോ അമ്മേ, അമ്മയ്ക്ക് എന്തോ ഒരു കള്ളത്തരം ഞാൻ മണക്കുന്നുണ്ട്. എന്ത് കള്ളത്തരം? ആഹാ, അത് കൊള്ളാലോ. അമ്മ എന്നോട് സത്യം പറയുന്നോ അതോ ഏട്ടനും ഏടത്തി വരുമ്പോൾ ഞാൻ പറയണോ അമ്മ അവരുടെ റൂമിൽ കയറിയത് അവരില്ലാത്ത സമയത്ത്? അത് കൊള്ളാലോ, എന്നാൽ നീ പോയി പറയടി എന്ന് പറഞ്ഞിട്ട് സുശീല പോകാൻ നിൽക്കുക കേട്ടോ. അമ്മയോടെ നിന്നേ, അമ്മ ഇപ്പം എന്താ അതിൻ്റെ ഉള്ളിൽ കയറി വെച്ച്? എടി സോനെ, നീ എന്താടി നിൻ്റെ പെറ്റമ്മ എങ്ങനെ സംശയിക്കുന്നേ? വിച്ചുമോൻ്റെ ഒരു കളിപ്പാട്ടം ഉണ്ടായിരുന്നു, അത് അവൻ അവിടെ എവിടെയോ കൊണ്ടിട്ടു, ഞാനത് അവരുടെ റൂമിൽ കയറി വെച്ചു. അതിനാണോ നീ നിൻ്റെ പെറ്റമ്മയെ ഇങ്ങനെ സംശയിക്കുന്നത്? ആർക്കറിയാം, ഈശ്വരനറിയാം കളിപ്പാട്ടാണോ അതോ അല്ല കൂടോത്രമാണോ വെച്ചതെന്ന്. എടി 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 സോനെ, നീ ചുമ്മാ ഓരോന്ന് ഉണ്ടാക്കി പറയല്ലേ. എനിക്ക് അമ്മയെ തികച്ചറിയാലോ, അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നതെന്ന് സോന പറഞ്ഞു കേട്ടോ. ഉടനെ തന്നെ നമ്മുടെ സുശീല സോനയെ പിടിച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോയി. എടി, നല്ല പിള്ള ചമന്നേ എന്നോട് സ്നേഹം നടിച്ചിട്ടേ എൻ്റെ കൂടെ നിന്ന് ചതിച്ചവളാണ് അനുപമ. അവക്കിട്ട് ഞാനൊരു പണി കൊടുക്കുന്നതിന് നിനക്കെന്താടി ഇത്ര ബുദ്ധിമുട്ടെന്ന് ചോദിക്കാം കേട്ടോ. അതിലെനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പണി കൊടുക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അമ്മ ഒരു കാര്യം ഓർത്താൽ മതി, ഏടത്തിയല്ല അമ്മയുടെ ആ സ്ഥാനാർത്ഥിത്വം പോകാൻ കാരണക്കാരി, അത് ദയാണെന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടെ? പിന്നെ ഏടത്തി അമ്മയോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ അമ്മ ഇങ്ങനെ ക്രൂശിക്കുന്നത്? അതിനെക്കുറിച്ചൊന്നും നീ കൂടുതൽ പറയണ്ട. അവളും ശരി, അവളുടെ അനിയത്തിയും അവളുടെ കുടുംബം മുഴുവൻ എന്നെ ചതിച്ചവരാ. അവളെ എന്തായാലും ഞാൻ വെറുതെ വിടില്ല. ആയിക്കോട്ടെ, പക്ഷേ ഏടത്തിയുടെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുത്തുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. ഏടത്തി പ്രസിഡൻറ്റും ആയി മത്സരിക്കുന്നതും മെമ്പർ ആവുന്നതിനോടൊന്നും എനിക്കൊരു താല്പര്യമില്ല. അതുകൊണ്ട് ആ ഒരു കളി മാത്രം അമ്മ ഏടത്തിക്കെതിരെ കളിക്കുന്നതിന് ഞാൻ എതിരല്ല. പക്ഷേ അവർക്ക് മറ്റു വല്ല അപകടം ഉണ്ടാക്കാനാണ് അമ്മയുടെ ഉദ്ദേശമെങ്കിലും ഉണ്ടല്ലോ, അതിന് ഈ സോന കൂട്ടു നിൽക്കില്ല എന്ന് പറയാൻ കേട്ടോ. അത് അമ്മയുടെ നാശത്തിനായിരിക്കും സോന സുശീലയോട് പറയാൻ. എടി, അവർക്ക് ഒരു കുഴപ്പവും വരത്തില്ല, പ്രത്യേകിച്ച് ഇന്ദ്രനും അനുവിനും ദോഷം വരുന്ന ഒരു കാര്യം ഞാൻ ചെയ്യത്തില്ല. എനിക്ക് മാത്രമേ അപകടം പറ്റത്തുള്ളൂ. അമ്മയ്ക്ക് അപകടമോ? പക്ഷേ അവളുടെ സ്ഥാനാർത്ഥിത്വം അതിലൂടെ നഷ്ടപ്പെടും. ഈ അമ്മ എന്തൊക്കെയായി പറയുന്നത്? മതി മതി, നീയേ ഇപ്പം ഇത്ര മാത്രം അറിഞ്ഞാൽ മതി, കൂടുതലൊന്നും നീ അറിയണ്ടെന്ന് പറയാൻ കേട്ടോ. എന്തായാലും അനുപമയ്ക്കും ഇന്ദ്രനും എതിരെ ഒരു കൊടുംചതി നമ്മുടെ സുശീല പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നും ആ ചതിയിലൂടെ നമ്മുടെ അനുപമയുടെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുമെന്നുള്ള കാര്യം സുശീല നമ്മുടെ സോനയോട് പറഞ്ഞല്ലോ. എന്നിട്ടും സോന ഇതൊന്നും മറ്റാരോടും പറയാതെ മനസ്സിൽ തന്നെ വെക്കുകയാണ് കേട്ടോ. കാരണം നമ്മുടെ സോനയുടെ മനസ്സിലും അനുപമ സ്ഥാനാർത്ഥിയാവുന്നതും ജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നതൊന്നും അവൾക്ക് ഒട്ടും സഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സുശീലയ്ക്ക് കൂട്ടു നിൽക്കാൻ തന്നെയാണ് അവളും തീരുമാനിച്ചിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് എല്ലാവരെയും ബാധിക്കാന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അവസാനം ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറയുന്ന മാതിരി ഈ വിഷം അനുപമ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ചേർത്തിട്ട് കഴിക്കാനാണല്ലോ സുശീല പ്ലാൻ ചെയ്യുന്നത്. ആ ചേർത്ത് വെച്ചത് ഇനി സോനയോ സോനയുടെ കുഞ്ഞോ അതോ ഇനി ശ്യാമിന് തന്നെ അപകടം വരുത്തുമെന്ന് നമുക്ക് കണ്ടറിയാം. ഇതുപോലെയുള്ള ഓരോ ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടു നിൽക്കുന്നവർക്ക് തന്നെയായിരിക്കും കൂടുതൽ അപകടം വരുന്നതെന്നുള്ള, അങ്ങനെ ചെയ്യുന്നവർക്കുള്ള ഒരു പാഠം തന്നെയായിരിക്കും ചിലപ്പോൾ ഇതിലൂടെ നടക്കാൻ പോകുന്നത് കേട്ടോ. സുശീലയുടെ കുശാഗ്ര ബുദ്ധിയും അഹങ്കാരവും എല്ലാം അതോടെ അവസാനിക്കുകയും ചെയ്യും. എന്തായാലും സോന സുശീലയ്ക്ക് കൂട്ടുനിന്നത് വലിയ തിരിച്ചടി തന്നെ സോനയ്ക്ക് നൽകണം. എന്നാൽ മാത്രമേ അവളുടെ അമ്മയുടെ സ്വഭാവം കാരണം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് അവൾ തന്നെയായിരിക്കും. അവൾ ആ ഒരു പാഠം പഠിക്കണം. ഇത്ര കാലമായിട്ടും അവൾ അത് പഠിച്ചില്ലെങ്കിലേ ഇതിലൂടെയെങ്കിലും അവൾക്ക് ഒരു തിരിച്ചടി കിട്ടേണ്ടത് അത്യാവശ്യമാണ്. ഇതേ സമയത്ത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിനയൻ ഒരു ഫോണൊക്കെ റിപ്പയർ ചെയ്ത് ശരിയാക്കാണ്ടോ. കാരണം വിനയൻ്റെ കയ്യിൽ വേറെ ഫോണൊന്നും ഇല്ലല്ലോ, ഫോണെല്ലാം പോയിട്ടുണ്ടല്ലോ. പഴയ ഫോൺ എന്തോ സർവീസ് ചെയ്യുന്ന പോലെയൊക്കെ എന്തൊക്കെയോ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ലംബോദര മാമ അങ്ങോട്ട് വരുന്നത്. നീ ഇതുപോലത്തെ പണിയൊക്കെ ചെയ്തു തുടങ്ങിയല്ലേ, നന്നായി. നീ ഒന്ന് റെഡി ആയാലേ നമുക്ക് പുതിയൊരു സർവീസ് സെൻറ്റർ തുടക്കാണ്ടാന്ന് അമ്മാവൻ പറയാം കേട്ടോ. ശരി അമ്മാവ, അതൊക്കെ തുടങ്ങാം, പക്ഷേ എൻ്റെ മോനുണ്ടായിട്ട് മതിയെന്ന് വിനയം പറയണ്ട. ആയിക്കോട്ടെ, നീ എന്തായാലും ഈ മോൻ്റെ കഥയും പറഞ്ഞിട്ട് ചീരുവിൻ്റെ അടുത്തേക്ക് പോകണ്ട. അവൾ ആദ്യം ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകട്ടെ, എന്നിട്ട് നീ അങ്ങോട്ട് പോയാൽ മതിയെന്ന് പറയാം കേട്ടോ. മാത്രമല്ല നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് കൂടിയിട്ട് വിനയനോട് പറയുന്നുണ്ട് കേട്ടോ അമ്മാവൻ. അതിനുശേഷം വിനയനാണെങ്കിലോ, അമ്മാവനെ ഒരു കാര്യം ചെയ്യണം, നാളെ ചീരുവിൻ്റെ വീട്ടിൽ പോയിട്ടേ കുറച്ച് പൈസ ഏൽപ്പിക്കണം. ഞാനോ? അതെ, ഞാൻ പണി ചെയ്തുണ്ടാക്കി ഞാൻ തന്നാന്ന് പറഞ്ഞാൽ മതി.
എനിക്കല്ലേ ഒരു വിലയില്ലാത്തത്. അമ്മാവൻ കൊടുത്താലേ അവർ സ്വീകരിച്ചോളും. ഞാൻ പോയാൽ അത് ശരിയാവോ വിനയെന്നൊക്കെ മാമൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്താ ശരിയാവാതെ? കുട്ടികളുടെ കാര്യത്തിൽ നമുക്കൊരു ഉത്തരവാദിത്തം ഇല്ലേ അമ്മാവാന്നൊക്കെ ചോദിക്കാം. ശരി, ഞാൻ പോയി നോക്കാമെന്ന് പറയാണ്. അങ്ങനെ പിറ്റേന്ന് ലംബോദര മാമൻ എന്തായാലും ചീരുവിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോവുകയും ചെയ്തു കേട്ടോ. എന്നിട്ട് ചീരുവിനോട് എന്താ പറയുക, വിനയൻ ഇവിടെ വന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അറിയാം. പിന്നെ എന്ത് ചെയ്യാനാ മോളെ, ഞങ്ങൾക്ക് അവരെ കെട്ടിയിടാനൊന്നും പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എനിക്കറിയാം അമ്മാവാന്ന് ചീരുവും പറയുന്നുണ്ട് കേട്ടോ. ഈ പൈസ പിന്നെ ചീരുവിനെ ഏൽപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചീരു പറഞ്ഞു, വേണ്ട, എനിക്ക് ഇങ്ങനത്തെ ധനസഹായമൊന്നും വേണ്ട. അങ്ങേർക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിലേ ഇതുപോലെ പണം തന്ന് സഹായിക്കുകയല്ല. എൻ്റെ മക്കളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു അച്ഛനെ എനിക്ക് വേണ്ടത്. അയാളോട് ആദ്യം നല്ലൊരു അച്ഛനാവാൻ പറയും, എന്നിട്ട് മതി ഇത്ര ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ പോലും അയാൾ ഇവിടെ കയറി ഇറങ്ങുന്നതും എപ്പോഴും വരുന്നതേ ജനിക്കാനിരിക്കുന്ന ആൺകുഞ്ഞാണെന്ന് കരുതിയിട്ടാ. അല്ലാതെ എന്നെയോ എൻ്റെ പെൺമക്കളെയോ അയാൾക്ക് താല്പര്യം ഉണ്ടായിട്ടോ ഞങ്ങളോട് അയാൾക്ക് സ്നേഹം ഉണ്ടായിട്ടോ അല്ല. ചീരുവിൻ്റെ ഉറച്ച വാക്കുകൾക്ക് മുന്നിൽ പിന്നെ ലംബോദരമാമൻ എന്ത് പറയാനാ? കാരണം വിനയൻ്റെ മനസ്സ് ഇപ്പോഴും മാറിയിട്ടില്ലെന്നും ആൺകുഞ്ഞിനെ പ്രതീക്ഷിച്ച് മാത്രമാണ് അവൻ ഇതെല്ലാം ചെയ്യുന്നതെന്നും ലംബോദരമാമൻ അറിയാലോ. അതുകൊണ്ട് തന്നെ മറ്റൊന്നും പറയാതെ അവിടുന്ന് പോവുകയാണ് കേട്ടോ അദ്ദേഹം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അമ്പിളിയാണ്. അമ്പിളിയും ചീരുവും നമ്മുടെ മഞ്ചാടിയും കൂടി ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് അമ്പിളിയുടെ മുഖം അങ്ങ് വീർത്തിരിക്കുകയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ശബരിയും അതേപോലെ തന്നെ രഘുവും കൂടി ഗോവയ്ക്ക് പോയല്ലോ ഒരു മീറ്റിംഗായിട്ട്. അപ്പോൾ പെട്ടെന്നുണ്ടായ ഈ മീറ്റിങ്ങും ഇവരുടെ യാത്രയും എല്ലാം കൂടി ആലോചിച്ചിട്ട് അമ്പിളി ആകെ ടെൻഷനിലാണ്. എൻ്റെ അമ്പിളി ചേച്ചി, അവർ നല്ലൊരു കാര്യത്തിന് പോയതിന് അമ്പിളി ചേച്ചി എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് മഞ്ചാടി ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. വലിയ ബിസിനസ് കിട്ടി വലിയ ആൾക്കാരായി കഴിയുമ്പേ സ്വഭാവം മാറുമെന്നൊക്കെ പറഞ്ഞ് അമ്പിളി ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യത്തിൽ രഘുവിന് എല്ലാ കാര്യങ്ങളും അമ്പിളിയോട് തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. രഘു ഇതെല്ലാം മറച്ചു വെച്ച് ഇതിങ്ങനെ നീട്ടി വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്പിളിയുടെ മനസ്സിലാണെങ്കിലോ സംശയം നാൾക്ക് നാൾ കൂടിക്കൂടി വരികയാണ്. ഇതേ സമയത്താണ് നമ്മുടെ ആമിക്ക് വേണ്ടി പുതിയൊരു വീടൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ, അവിടേക്ക് മാറാൻ ഇനി രഘു വന്നിട്ട് മാറാമെന്നൊക്കെ ദാസാർ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അത് വേണോ? അതിന് മുന്നേ ഞങ്ങൾ മാറുന്നതല്ലേ നല്ലത്. ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ, രഘുവേട്ടനും സാറിനും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയാം കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ തന്നെ നിങ്ങളെ അവിടെ ആക്കാമെന്ന് ദാസാർ പറയുകയും ചെയ്തു. അങ്ങനെ പോകുന്നതിൻ്റെ ദിവസം രാവിലെ തനിക്കൊന്ന് അമ്പലത്തിൽ പോയി തൊഴുതാൽ കൊള്ളാമെന്ന് ആമി പറയുന്നുണ്ട് കേട്ടോ. അതിനെന്താണെന്ന് ചോദിച്ചിട്ട് തൻ്റെ വണ്ടിയും ഡ്രൈവറെയും ഏർപ്പാടാക്കി അവിടുത്തെ ജോലിക്കാരിയെയും കൂടെ വിടുന്നുണ്ട് കേട്ടോ ദാസാർ. അങ്ങനെ അവർ പോയി അമ്പലത്തിൽ പോയി തൊഴുത് വരുന്ന വഴിക്കാണ് നമ്മുടെ വിനയൻ പെട്ടെന്ന് തന്നെ റോഡിലൂടെ നടന്നു വരുമ്പോൾ ഇവരുടെ വണ്ടി കാണുന്നത് കേട്ടോ. അപ്പോൾ ദാസാറിൻ്റെ വണ്ടിയാണല്ലോ എന്ന് ഓർത്ത് വിനയൻ പെട്ടെന്ന് അങ്ങോട്ട് കയറുകയാണ് കേട്ടോ. അപ്പോഴാണ് ഡ്രൈവറെ കണ്ടത്. ദാസാർ ഒറ്റയ്ക്കാണോ വന്നതെന്ന് ചോദിച്ചപ്പോൾ ദാസാർ വന്നിട്ടില്ല, അവിടുത്തെ ജോലിക്കാരിയും പിന്നെ ഗസ്റ്റും ആണെന്ന് പറയാം കേട്ടോ. ഗസ്റ്റോ? അപ്പോൾ ഇന്നാൾ തന്ന ഗസ്റ്റ് തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ വിനയൻ അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് ആമിയും കുഞ്ഞും അതേപോലെ തന്നെ ജോലിക്കാരിയും കൂടി വരുന്നത് കേട്ടോ. അവരെ കണ്ടതും നിങ്ങൾ ദാസാറിൻ്റെ വീട്ടിൽ പുതിയ ആൾക്കാരാണല്ലേ എന്ന് ചോദിക്കാം കേട്ടോ. അതെ, പേരെന്താന്ന് ചോദിച്ചപ്പം ആമിന്ന് പറഞ്ഞു കേട്ടോ. പെട്ടെന്ന് തന്നെ ജോലിക്കാരി വിനയ എന്നാൽ ശരി ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ആമിയെ വിളിച്ച് വണ്ടി കയറ്റി പോവുകയാണ് കേട്ടോ. വിനയന് അപ്പോൾ ഒരു പന്തികേട് തോന്നുകയാണ് കേട്ടോ. ഇവളെ തന്നെയാണല്ലോ അന്ന് രഘുവിൻ്റെ കൂടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്നത് താൻ കണ്ടതെന്ന്. എല്ലാം കൂടി കണക്ട് ചെയ്തിങ്ങായിട്ട് കുശാഗ്ര ബുദ്ധിയിൽ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുകയാണ് കേട്ടോ വിനയൻ. എന്തായാലും അവർ ദാസാറിൻ്റെ വണ്ടിയിൽ കയറി തിരിച്ചു പോവുകയും ചെയ്തു. രഘുവിനെതിരെ ഇതൊക്കെ ഒരു ആയുധമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വിനയൻ ശ്രമിക്കുന്നത് കേട്ടോ. വിനയൻ്റെ അടുത്ത് അങ്ങനെ തൻ്റെ പേര് പറയേണ്ട കാര്യമില്ലായിരുന്നു എന്ന് ജോലിക്കാരി ആമിയോട് പറയുന്നുണ്ട് കേട്ടോ. അവനെ ദാസാറിൻ്റെ വീട്ടിലെ രഹസ്യങ്ങൾ ചെയ്യുകയും നടക്കുന്നവനാ, അവൻ്റെ പേര് വിനയൻ എന്നാണെന്നൊക്കെ ആ ഒരു ജോലിക്കാരി സ്ത്രീ ആമിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ സുശീല വിഷം ചേർത്ത ഭക്ഷണം സുശീല ഒറ്റയ്ക്ക് കഴിച്ച് അത്യാസന്ന നിലയിലാവുമോ, അതോ ആ ഭക്ഷണം മറ്റാരെങ്കിലും മാറിക്കഴിച്ച് സുശീലയ്ക്ക് അതൊരു ആപ്പിൻ്റെ മേലെ ആപ്പും ആവുമോ എന്ന് നമുക്ക് കണ്ടറിയാം. വീണ്ടും അടുത്ത കിള്ളം വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.